കോഴിക്കോട് നഗരത്തിൽ നവീനമായ ഒരു ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കാൻ പോവുകയാണ്. 75 ട്രാഫിക് വാർഡർമാരെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകി അവരെ കേരള പോലീസിന്റെ ഈ സംവിധാനത്തിന്റെ ഭാഗമാക്കുകയാണ്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എല്ലാവരും പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ഇവരെ നമുക്ക് നിരത്തിൽ കാണുകയും ചെയ്യാം. വലിയ തരത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നേരത്തെ കമ്മീഷണർ പറഞ്ഞതുപോലെയാണെങ്കിൽ 1 ലക്ഷത്തിലേറെ ആളുകൾ ദിവസേന നഗരത്തിൽ വരുന്നുണ്ട്. അവർ വരുന്നത് ഏതാണ്ട് 25,000-നും 50,000-നും ഇടയിലുള്ള വാഹനമാണ്. എങ്ങനെയാണ് ഇത്രയും വാഹനങ്ങൾ നഗരത്തിൽ വന്നു പോകുന്നത് എന്നുള്ളത് ഒരു മാജിക് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സ്വതവേ നല്ലവരായ നിയമം പാലിക്കുന്ന മലയാളികൾ റോഡിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ആ നിയമം പാലിക്കുന്നത് കാണാറില്ല. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് എത്തുമ്പോൾ നിയമം ലംഘിക്കുന്നത് നിത്യ സംഭവം കൂടിയാണ്. ഏതായാലും നമുക്ക് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ഇവരെ ഏതൊക്കെ രീതിയിലാണ് പരിശീലിപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്? നമ്മുടെ റോട്ടറി ക്ലബ്ബാണ് നമുക്ക് ഇത് ആശയം, അവരുടെ ആക്സിഡന്റ് ഫ്രീ സിറ്റി എന്നുള്ള ഒരു ആശയമായിട്ട് വന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് അവർക്ക് ട്രാഫിക് കുറച്ച് റെഗുലേഷൻസ് വേണം. അപ്പം നമുക്ക് എന്ത് സപ്പോർട്ട് ചെയ്തു തരാൻ തയ്യാറാണ്. അങ്ങനെ അവരാണ് ഈ സന്നദ്ധമായിട്ടുള്ള ആൾക്കാരെ ക്ഷണിച്ചതും അവർ ആണ് ഇവരെ നമുക്ക് വേണ്ടിയിട്ട് പരിശീലനത്തിനായിട്ട് അയച്ചു തന്നതും. അങ്ങനെ അവരുടെ ഒരു മുന്നൊരുക്കത്തിലാണ് നമ്മൾ ഈ സംവിധാനത്തിലേക്ക് വന്നതും. ഇപ്പോൾ 75 പേരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കുള്ള അടിസ്ഥാന യോഗ്യത എന്താണ്? അങ്ങനെ അവർ 18 മുതൽ 50 വയസ്സ് വരെയുള്ളവരാണ്. SLC പാസ്സായിരിക്കണമെന്നുണ്ട്. പിന്നെ കുറച്ച് ഫിസിക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സെലക്ട്. അവർക്ക് NCC, NSS അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അതല്ലാത്ത ആൾക്കാർ നമുക്കുണ്ട്. അവരും ഇതിനകത്ത് വില്ലിംഗ് ആയിട്ട് വന്ന ആൾക്കാരാണ്. അവരൊരു പാഷനേറ്റ് ആയിട്ട് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൌത്യം എന്ന് പറയുന്ന റെഗുലേഷൻസ് ആണ്. അത് ഏതൊക്കെ രീതിയിലായിരിക്കും? അത് നമുക്ക് സ്കൂളിൽ കുട്ടികളെ സിബ്ര ലൈൻ എടുക്കണം, ആ സിബ്ര ലൈൻ ക്രോസ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന യു ടേണുകളിൽ ആളുകളെ ഒന്ന് കൺട്രോൾ ചെയ്ത് വിടുക, ബസ്സുകളെ അല്ലെങ്കിൽ വണ്ടികളെ വാഹനങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ പോലീസിനെ സഹായിക്കാൻ വേണ്ടുന്ന ചെറിയ റെഗുലേഷൻസിന് വേണ്ടിയിട്ടാണ് അവർ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈ റെഗുലേഷൻ ഇവരെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു എൻഫോഴ്സ്മെന്റ് വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. അത് എങ്ങനെയാണ് പരിഹരിക്കുക? അത് നമുക്ക് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, നമുക്ക് ട്രാഫിക് സെക്ടേഴ്സ് ഉണ്ട്. അവർക്ക് അവരുടെ എല്ലാം നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരാണ് അതിനെ എൻഫോഴ്സ് ചെയ്യുക. നമുക്ക് ഇവരോട് കൂടി ചോദിക്കാൻ കുറച്ച് കാര്യങ്ങൾ. എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? പണ്ട് മുതലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതൊരു ഇങ്ങനൊരു മേഖലയിൽ പ്രവർത്തിക്കണം എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരു അവസരം വന്നപ്പോഴേ അങ്ങനെ ഇതായതാണ്. എന്താണ് പറയാനുള്ളത്? കോഴിക്കോട് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണിത്. അപ്പം ഇതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ട്രാഫിക് വലിയ രീതിയിൽ ഇപ്പം വാഹനങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രാഫിക് പോലീസിനെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളൊരു സന്നദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻപരിചയം ഉണ്ടോ? ഇല്ല. ഒരു ആവശ്യത്തോടു കൂടി വന്നതാണല്ലേ? ഞങ്ങള് ആദ്യമായിട്ടാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഈ സംവിധാനം ട്രാഫിക് വാർഡന്മാരായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാ പൊതുജനങ്ങളെ സേവിക്കുക ആ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ വിധത്തിലും കുടുംബശ്രീ ആയിട്ടും അല്ലാതെയും ഞങ്ങൾ പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വാളണ്ടിയർ ആയിട്ടും ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരെയും പൊതുജനങ്ങളെ നല്ല രീതിയിൽ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇവര് സേവന മനോഭാവത്തോടു കൂടി തന്നെയാണ് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? ഞാനും ഫയർ ആൻഡ് സേഫ്റ്റിയിൽ വർക്ക് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് സാറ് നല്ല ക്ലാസ് ആണ് നടന്നത്. 4 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. നല്ല സന്നദ്ധ പ്രവർത്തനം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആശങ്കയുണ്ടോ? കുറച്ചുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ട്രാഫിക് വാർഡെന്ന് പറഞ്ഞത്, സാർ പറഞ്ഞത് വന്നിട്ടുണ്ടെന്നുള്ളത്. ഒന്ന് ശ്രമിക്കാം. പലപ്പോഴും പല രീതിയിലുള്ള ആളുകളായിരിക്കും. അങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. നമ്മളിപ്പോ പുതുതായിട്ട് ഇറങ്ങുകയാണല്ലോ, ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലാസ് എടുത്ത് ടെൻഷനൊന്നും വേണ്ട. ഓൾ ദ ബെസ്റ്റ്. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഏതായാലും ആ ഒരു ആശങ്ക ഇവരെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ല. ഇത്തരത്തിലൊരു സംവിധാനം രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മാതൃകാപരമായ പ്രവർത്തനം ഇവരുടെ ഭാഗത്ത് വരിക തന്നെ വേണം. അത്തരത്തിലൊരു ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തുണ്ടാവും. റോഡ് ഈ കുരുതിക്കളമാവാതെ നല്ല രീതിയിൽ ട്രാഫിക്കൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് ആവശ്യകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട്ടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ പേരിൽ മാത്രം വലിയ തരത്തിൽ ട്രാഫിക് കുരുക്കുണ്ടാകുന്ന ഒരു നഗരം കൂടിയാണ്. അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവരെ ഇതിനായി പരിഗണിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവർക്ക് വേതനമടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് ഉണ്ട്. അക്കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നാണ് അറിയുന്നത്. അതും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ട്രാഫിക് റെഗുലേഷന്റെ ഭാഗമായിട്ടൊക്കെ വരും എന്നുള്ള ചില ഉറപ്പുകൾ കൂടി ഈ ഘട്ടത്തിൽ വരികയും ചെയ്തത്. ഏതായാലും കോഴിക്കോട് നഗരത്തിൽ നാളെ മുതൽ ഇവരുടെ സേവനം ലഭ്യമാകുമെന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. വിജയ് ശമ്പടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.